ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാനതാ ഫുഡ് കഴിച്ച് ഇറങ്ങിയേ ഉള്ളൂ. ഇറങ്ങി ദൈവം വന്ന് CNG അടിച്ചു, ഫില്ല് ചെയ്തു, എല്ലാം ശരി സെറ്റാക്കി അവിടെ സാധാരണ നിൽക്കുന്ന ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 1.5 ആഴ്ചയായിട്ട് ഞാൻ വണ്ടി കിടന്നുള്ള ഉറക്കവും കാര്യവും അങ്ങനെ ഇങ്ങനെയും സ്റ്റുഡിയോക്കുള്ള പോക്കും എല്ലാം കൂടി ഞാൻ ഓട്ടം ഒരു ദിവസം കയറിപ്പോയ 1400, 1500, 1300 ആ റേഞ്ചിലാണ് ഞാൻ ഓടിയിരുന്നത്. അതിൽ കുറവില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നൈറ്റ് രാത്രി 8 ടു പിറ്റേ ദിവസം രാവിലെ 8 മണി വരെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. കാരണം ഒന്നെങ്കിൽ കടന്ന് ഉറങ്ങിപ്പോവും, ഒരു 3 മണി വരെയൊക്കെ ഉണർന്നിരിക്കും, അത് കഴിഞ്ഞ് അറിയാണ്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ പരിപാടി നമ്മൾ നിർത്തിയിട്ട് ഇനി മുതൽച്ച് ഒരു ദിവസം 2000 രൂപയ്ക്ക് ഓടും. അതിൽ കൂടുതൽ എത്രയും ഓടും, 2000 രൂപയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓടും എന്നൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഇന്ന് മുതൽച്ച് ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് നോക്കാം, എപ്പോഴും അടിക്കുക, എങ്ങനെ അടിക്കുക എന്നൊക്കെ നോക്കാം. ഇപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്നാൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കണം ഗൈസ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ആ ബൊലേനോ ആ വണ്ടീനെ ഒരു വണ്ടി തട്ടി ബാക്ക് ചെറുതായിട്ട് ഒരത്തി വെച്ചിട്ട് പോയി. പക്ഷെ ആ പുള്ളിക്കാരൻ നിർത്താണ്ട് പോയി കളഞ്ഞു. അവൻ ബാക്ക് വെക്കിച്ച് അവനെ പിടിക്കാൻ പോകണോ അതോ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇനി ഇവിടെ ഇട്ട് തിരിച്ച് പോകുമ്പോഴത്തേന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പുള്ളി ഇറങ്ങി നോക്കുന്നുണ്ട്. തട്ടിയത് പുള്ളി നിർത്താതെ പോവുകയും ചെയ്തു. പാവം, എന്ത് ചെയ്യാനാണ്. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, ചെറുതായിട്ട് ഉരതിയിട്ടേ ഉള്ളൂ. എന്തായാലും ഞാൻ കണ്ടു. നമ്മളെ ക്യാമറ ഓണല്ലാത്തതുകൊണ്ട് അത് കിട്ടിയില്ല. ഗായ്സ് ഏകദേശം 8:45 8:15 നമ്മൾ CNG ഫില്ല് ചെയ്ത് ഇവിടെ ഒന്ന് ഇരുന്നതാണ്. നമുക്ക് ട്രിപ്പ് ഒന്നും അടിച്ചില്ല. ഈ ഗ്ലാസും ഈ ഫോഗ് വന്നിട്ട് പിന്നെ ഞാൻ അതിനുള്ള AC ഇടാതെ അടച്ചിട്ട് ഇരുന്നുകൊണ്ട് അയ്യോ ആണാവോ അടിച്ചില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടേ ഇനി ഇവിടെ കിടക്കുന്ന ചിലപ്പോൾ മണ്ടത്തരായിരിക്കും. ചിലപ്പോൾ ഇവിടെ കിടന്ന ഒരുപാട് നേരം നടന്ന ഓട്ടം കിട്ടും. പക്ഷെ നമ്മൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് വല്ലാണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഇനി അങ്ങോട്ട് ഒരുപാട് സമയം ഒരു ഭാഗത്ത് തന്നെ കിടന്ന് മെനക്കിടുന്നില്ല. ഞാൻ സ്റ്റേഡിയം ലിങ്ക് റോഡ് പോയി കടന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അവിടെ ആ ഫസ്റ്റ് ട്രിപ്പ് അടിക്കുക എളുപ്പമാണ്, പിന്നീട് അങ്ങോട്ട് പയ്യെ അടിച്ചോളൂ. ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് കിട്ടിയാൽ പിന്നെ പയ്യെ അടിക്കുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പോകാം ഗൈസ്. അപ്പോൾ അവിടെ നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്റ്റേഡിയം ലിങ്ക് റോഡിൽ വന്ന് വണ്ടി സൈഡാക്കി അപ്പം തന്നെ ട്രിപ്പ് അടിച്ച് നമ്മളെ HDFC ബാങ്കിൻ്റെ അവിടെ നിന്ന് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള HDFC എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ആ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ DLF ഫ്ലാറ്റിക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലോട്ട് G ബ്ലോക്ക്. അപ്പോൾ അവരെ കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് തിരിക്കുകയാണ്. 2 പഞ്ചാബുകാരായിരുന്നു, ഒരു ഡോക്ടറും പുള്ളിക്കാരിൻ്റെ മകളും. പഞ്ചാബുകാരൊക്കെ ഇവിടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ഓക്കെ. അപ്പം നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം രണ്ടാമത്തെ ട്രിപ്പ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത്. ഏകദേശം 210 ക്യാഷ് കളക്ട് ആയിരുന്നു. ഇത്ര ഫെയർ കിട്ടിയെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ലാസ്റ്റ് പറയും ഗൈസ്. ഓക്കെ ശരി ഗൈസ്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച്, രണ്ടാമത്തെ ട്രിപ്പ് അടിച്ച്. നമ്മൾ കസ്റ്റമർ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോണിൽ തന്നെയാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർക്കുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഒരുമാതിരി മറ്റോടത്ത് പരിപാടി ഗൈസ്. കറക്റ്റ് ലൊക്കേഷനിൽ അവൾമാർ നിന്നിട്ട് എന്നോട് പറയാം എന്താണ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമെന്ന്. പുള്ളിക്കാരി ഞാൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷനിലാണ്. പുള്ളിക്കാരി ഫ്ലാറ്റിനുള്ളിൽ നിന്നിട്ട് എന്നോട് പറയാം കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ നേരെ ഹോട്ടലിലോട്ട് പോയി കുറച്ച് അവിടെ ഇട്ട് തിരിഞ്ഞ് ലാസ്റ്റ് ഞാൻ വിളിച്ചപ്പോൾ പറയാം ഞാൻ വേണ്ട, നിങ്ങൾ കറക്റ്റ് പഴയ ലൊക്കേഷനിലേക്ക് എനിക്ക് വരും, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന്. പോയി നോക്കിയപ്പോൾ അതാ കുരിപ്പാൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ലിസി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിരുന്നു, ഒരു ഫ്ലാറ്റിലായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാഷ് കളക്ട് കാണിച്ചത് 201 ആണ്. എനിക്ക് കിട്ടിയത് 181. അപ്പം എന്നാൽ ഈ മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ആ ക്യാമറ എടുക്കാൻ പോകുന്നു വിചാരിക്കുന്നത്. മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ക്യാമറ എടുക്കാൻ മറന്ന കാരണേ
അപ്പൊ അവിടെ ഇവിടെ ഒക്കെ വരുത് കുറച്ചോനെ വണ്ടി എങ്ങാനും അവിടെ വരുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഞാൻ വരുത്തും. അപ്പോൾ ഒരിതൊന്നും ചെയ്തില്ല ഗൈസ്, രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ട്രിപ്പ് ഇവിടെ നിന്ന് അടിക്കുക, എപ്പോഴും അടിക്കാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് റൂമിലോട്ട് പോകാൻ വലിയ ദൂരമൊന്നുമില്ല, ആകെ 2.5 കിലോമീറ്റർ ഉള്ളൂ. പോയാൽ ക്യാമറ എടുത്തിട്ട് വരികയാണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കട്ടെ ഗൈസ്, ബാക്കിയുള്ള വീഡിയോ ഒന്നെങ്കിൽ ക്യാമറ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ മൊബൈലിൽ തന്നെ ആയിരിക്കും ബാക്കി ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നാം നോക്കാം ഗൈസ്, മൂന്നാമത്തെ ട്രിപ്പ് ഇവിടുന്ന് അടിക്കുക എന്നുള്ളത്. പറ്റുകയാണെങ്കിൽ നമുക്ക് ലിസിയിൽ നിന്ന് ഇപ്പം തന്നെ അടിക്കുകയാണെങ്കിൽ വലിയ ഒരു കിട്ടലായിരിക്കും അത്. അപ്പോൾ നോക്കാം ഗൈസ്, ഷെയർ ചെയ്യുന്ന. ഹായ് ഗൈസ്, അപ്പോൾ എന്താ പറയുക, പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പം തന്നെ ട്രിപ്പ് അടിച്ചു. മൂന്നാമത്തെ ട്രിപ്പ് ഊബർഗോ ആയിരുന്നു. അപ്പോൾ എത്ര ക്യാഷ് കിട്ടി പിടിച്ചതെന്ന് ഞാൻ നോക്കിയില്ല, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നൊന്ന് യൂട്ടേൺ അടിക്കണം, അതാണ് ഇപ്പോൾ പാട്. ബാക്കിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, വല്ല വെള്ളം കൊണ്ടൊന്നും അല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു. കർത്താവേ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ റൂമിലേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കട്ടെ. സംഭവം ഒക്കെ റൂമിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്, പക്ഷെ എന്നാലും അവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. മൂഞ്ചി ഗൈസ്, മൂഞ്ചിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, പയ്യെ തിരിക്കുകയൊക്കെ ചെയ്യാം. ബാക്കിൽ ഒരു വീട്ടിലേക്കുള്ള വഴി തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് വീട് ഞാൻ കണ്ടില്ലായിരുന്നു, ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ആൾ താമസമില്ലാത്ത വീടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളത് യൂട്ടേൺ അടിച്ചു, തിരിച്ചു. നാലാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് റൂമിലേക്ക് എത്ര ദൂരം ഉണ്ട് ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും, ക്യാമറ എടുക്കാൻ പോകണ വേണ്ടി തീരുമാനിക്കും. ഓക്കെ ഗൈസ്, ശരി. ഇത് പറഞ്ഞ് നാക്കെടുത്തോടെ തന്നെ നമുക്ക് വീണ്ടും നാലാമത്തെ ട്രിപ്പ് അടിച്ചു. A1 കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാനവിടെ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പേരൊന്നും കാണുന്നില്ല. എന്തായാലും കസ്റ്റമർ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. എന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്തിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ പുള്ളിക്കാരൻ ഫോൺ എടുത്തു. ഈ HDFC ബാങ്കിൻ്റെ മേലെ കുറച്ച് റൂമും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് മൂപ്പര് A1 കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തുവാണെന്നുണ്ട് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിക്കാർ കുറേ നേരം വിളിച്ചപ്പോൾ ഫസ്റ്റ് ഫോൺ എടുത്തില്ല, രണ്ടാമത് ഫോൺ എടുത്ത് ഇത് വരണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു വിചാരിച്ചു ഫസ്റ്റ് ആ ഒരു ഫ്ലാറ്റ് ആയിരിക്കും എന്നാണ് കരുതിയത്. അപ്പോൾ എന്തായാലും കസ്റ്റമർ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നാലാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. സംഭവം നമ്മുടെ നാട്ടുകാരല്ല, വേറെ സ്ഥലക്കാരാണ്. ഒരുമാതിരി എന്താ പറയുക, ലൈറ്റായി വന്നതും പോരാ, ഗട്ടറില്ലാത്ത റൂട്ടും കൂടി പോകണം അവർക്ക്. നമുക്ക് മാപ്പ് എന്ന ഊബർ എന്ന റോഡും അല്ല, അതിനപ്പുറത്ത് കൂടിയുള്ള റോഡ്. അതായത് എങ്ങനെ പറയാം, പുള്ളിക്ക് വഴി അറിയാം, അങ്ങനെ പോകുമെന്ന് വെച്ചിട്ടുണ്ട്. യൂട്ടേൺ അടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ നേരിട്ട് പോകാമെന്ന് പറയും. ആ പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. എന്തായാലും ഫീഡ്ബാക്ക് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞു നോക്കി, ഏത് നമ്മളിങ്ങനെ സേഫ്റ്റി ഫീച്ചർ ഉണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല. അത് ഫാമിലി ആയിരുന്നു. എന്താ പറയുക, വേറൊരു ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു ഭാഷയാണ്. തീരെ ഒരു മര്യാദ ഇല്ലാത്ത ഒരു കപ്പിൾസ്, അങ്ങനെ തന്നെ പറയാം. തീരെ മര്യാദ ഇല്ലാത്തൊരു കപ്പിൾസ്. അപ്പോൾ എന്തായാലും നാലാമത്തെ ഓട്ടം ഒരു ഉബിച്ച് ഓട്ടായി പോയി. 7 കിലോമീറ്റർ, 6.7 കിലോമീറ്റർ, 147 റുപ്യ ഫെയർ. കിലോമീറ്ററിന് ഏകദേശം എനിക്ക് തോന്നുന്നത് എത്ര കിട്ടിയിട്ടുണ്ടാവും, ശരിക്കും ഒരു 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 150 റുപ്യ തരണമെന്നാണ്. അതിൻ്റെ മേലേക്ക് ഓടുന്ന ഓരോ കിലോമീറ്ററിനും 18 രൂപ വെച്ച് തരണം. അങ്ങനെയൊക്കെയാണ് കണക്ക്, അതിലുള്ള കണക്ക്. ഇതെന്തായാലും ഊമ്പിയ ഓട്ടോ ആയിരുന്നു, എന്താണ് ഊമ്പിയ ഫെയറുമാണ് കിട്ടിയത്. തെറി വരാതിരിക്കാൻ വയ്യ, കുറേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഒന്നിനും പറ്റൂല, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അപ്പം എന്തായാലും ഗായ്സ്, 5ാമത്തെ ട്രിപ്പ് ഇവിടുന്ന് അടിക്കുക, എപ്പോഴാണ് അടിക്കുക നോക്കുക നമുക്ക്. ഇത് നമ്മുടെ മഞ്ഞുമൽ ഭാഗത്തേക്കായിരുന്നു ഓട്ടം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ട്രിപ്പ് നോക്കുക ഇവിടുന്ന് അടിക്കുക എന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാൻ ആ ലുലു മാളിൻ്റെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ മുന്നൊന്നും അടിച്ചില്ല, അത്രയും ഭാഗ്യം. അപ്പോൾ
ഗൈസ്, 5ാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചങ്ങമ്പുഴ എത്തിയിട്ടുണ്ട്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ലുലു മാളിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു 2-3 റഡാർ അടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ നിന്നൊരു കാര്യമില്ല, ഊബർ നമ്മൾ ഓമ്പിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ നേരെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ തൊട്ടടുത്ത് സൈഡാക്കി 5ാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഒരു 1.25 മണിക്കൂർ കിടക്കും, ഏകദേശം ഇവിടുന്ന് മാറ്റുള്ളൂ. അപ്പം എന്നാൽ നോക്കാം ഗൈസ്, 5ാമത്തെ ട്രിപ്പ് ഇവിടെ നിന്ന് അടിക്കുമോ അതോ വേറെ എവിടെ നിന്നെങ്കിലും അടിക്കുമോ. നല്ല കിടിലൻ മഴയാണ് ഗൈസ്. ചങ്ങമ്പുഴ പാർക്കിന് അവിടെ തന്നെയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയിൽ ചമ്രപ്പടിയും ഇരിക്കുന്നുണ്ട്. മാറ്റിയിട്ടിട്ടും വലിയ കാര്യമുണ്ടോയെന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 5ാമത്തെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാം. അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആ ട്രിപ്പ് ഉള്ളത്. അപ്പോൾ എന്നാൽ കസ്റ്റമർ അടുത്ത് എത്തിയിട്ട് നോക്കാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ അതെന്തോ ഞാൻ കസ്റ്റമർ എടുത്ത് പിൻ നമ്പർ അടിച്ചപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ലൊക്കേഷൻ കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. പിൻ നമ്പർ 3 വട്ടം ഞാൻ അടിച്ചിട്ടും ഒന്നും ആവുന്നില്ല, ട്രിപ്പ് അക്സെപ്റ്റ് ആവുന്നില്ല. അപ്പോൾ പുള്ളിക്കാരനേലും ഒന്നും ആവുന്നില്ല, എൻ്റെ ഒന്നും ആവുന്നില്ല. ലാസ്റ്റ് ഞാൻ പുള്ളിക്കാരോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ അതവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പുള്ളിക്കാരൻ 18 രൂപ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എന്താണ് വണ്ടി എടുത്ത് എങ്ങനെ ഞാൻ പോകാൻ പറ്റുക? ട്രിപ്പ് അക്സെപ്റ്റ് പോലും ചെയ്യാണ്ട് എനിക്ക് പോയാൽ ഫെയർ കിട്ടുമോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ പുള്ളിക്കാരോട് സംസാരിച്ച് പുള്ളിക്കാരത് ക്യാൻസൽ ചെയ്തു. ഞാൻ തന്നെ വാങ്ങിച്ചു, പുള്ളിക്കാരൻ വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചു. ക്യാൻസലേഷൻ റീസൺ ചോദിച്ചപ്പോൾ ഞാൻ ഒതർന്ന് കൊടുത്തു. എല്ലാം തന്നെ പുള്ളിക്കാരൻ എൻ്റെ ഡ്രൈവർ വന്നില്ല അങ്ങനെ എന്തെങ്കിലും പിടിച്ചെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒതർന്ന് കൊടുത്തു. എനിക്കൊരു 15 രൂപ മറ്റേ ഇത് കിട്ടി, വെയിറ്റിംഗ് ചാർജ് കിട്ടി. പക്ഷെ എന്നാലും ഊബറിൻ്റെ ടെക്നിക്കൽ ഇററാണത്. അതിന് വേണ്ടി ആ പുള്ളിക്കാരൻ അടുത്ത് ഒരു 12 രൂപ പിടിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ എൻ്റെ വണ്ടിയിൽ തന്നെ ഇരുന്ന് വേറൊരു ട്രിപ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ വെച്ചാൽ ഞാൻ പുള്ളി വണ്ടി തന്നെ ഇരുന്ന് ബുക്ക് ചെയ്തോ എന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞ് വണ്ടി തന്നെ ഇരുന്ന് ബുക്ക് ചെയ്തു. പക്ഷെ അത് എനിക്കല്ല കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയത്. പുള്ളി അക്സെപ്റ്റ് ചെയ്തു. മുഹമ്മദ് എന്നെന്തോ പേര് പറഞ്ഞ വേറെ ഏതൊരു ഡ്രൈവർക്കാണ് കിട്ടിയത്. അങ്ങനെ എന്തായാലും ആ ട്രിപ്പ് കയ്യിൽ നിന്ന് പോയി ഗൈസ്. അപ്പോൾ ഇതവിടെ വീണ്ടും അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ പോരാത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വെള്ളത്തിന് തയ്ക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഒന്നും എടുത്തില്ല, കുപ്പി എടുത്തില്ല, ക്യാമറ എടുത്തില്ല, ഒന്നും എടുത്തില്ല. ആകെ മൂഞ്ചി തെറ്റിക്കണ്. ഇന്ന് ഒരുമാതിരി എന്താ പറയുക, കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ടോട്ടലി. അപ്പോൾ വർക്കും കുറവാണ്, ടാറ്റുവിൻ്റെ വർക്കും കുറവാണ്, ഓട്ടം കുറവാണ്. എല്ലാം കൂടി കയ്യിൽ നിന്ന് ഇങ്ങനെ പോയപ്പോൾ ഒരു മെൻ്റലി ഉണ്ടാകുന്ന ഒരു ഇതിൽ ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഒക്കെയാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ ചിലപ്പം ഇവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ട്രിപ്പ് കിട്ടുമല്ലോ നോക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് നമ്മൾ പാലരട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ പോയി അവിടുത്തെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു 2 പൊറോട്ട ഒരു ബീഫ് ഫ്രൈയും കഴിച്ചിട്ട് ഇരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം എന്താവുക എന്നുള്ളത്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് അവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മൾ പാലാരിവട്ടം ഫ്ലൈ ഓവറിന് അങ്ങോട്ട് പോവാണ്. അവിടെ പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് പറഞ്ഞ മാതിരിയൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മറ്റേത് വിശന്ന് ഞാൻ വെറുതെ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഏതാണ് ആ വന്നിരിക്കേണ്ടത്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുകാരുടെ അടുത്താണ് പിന്നെ ഇങ്ങോട്ട് കയറ്റുന്നത്. നല്ല വധൂരി. അപ്പോൾ എന്തായാലും ഗൈസ് പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നോക്കാം. ഞാൻ എന്തായാലും അവിടെ എത്തി ഫുഡ് കഴിക്കാൻ സൈഡാക്കുന്നത് വരെ നോക്കും, ട്രിപ്പ് അടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അവിടെ സൈഡാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും ഊബർ ഓഫാക്കി ഇട്ടിട്ട് എന്തായാലും കഴിച്ചിട്ട് വന്നിട്ട് ഓണാക്കുന്നുള്ളൂ ഗൈസ്. അപ്പം നോക്കേ, ശരി. ഹായ് ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ചു. 3 പൊറോട്ട ഒരു ബീഫ് കറി 90 രൂപ. അപ്പോൾ അത് കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ വന്നിരിക്കുകയാണ്. ഊബർ ഓണാക്കിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കാറുണ്ട് സാധാരണ. ഒരു ചെറിയൊരു ലോക്കലെങ്കിലും അടിക്കും, ചെറുതെങ്കിലും അടിക്കട്ടെ. അതുവരെ ഇവിടെ തന്നെ അടക്കാമെന്ന് ചോദിക്കും. നേരം ഏകദേശം 12:30 കഴിഞ്ഞ് 1 മണി ആവാറായി. അപ്പോൾ ഇനി അങ്ങോട്ടൊരു 2 മണിക്കൂർ ഷോകാണ്. ഓട്ടം പൊതുവെ കുറവായിരിക്കും. 1 മണി to 3 മണി ആവണം ഇനി ഒന്ന് ഓട്ടം റെഡി ആവണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു ടൈമിലാണ് ഞാൻ സാധാരണ വെയിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങിപ്പോവാറ്. അപ്പോൾ ഇന്ന് ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇരിക്കണം. അപ്പോൾ സെറ്റാക്കാൻ ഒരു മൈലും ഇല്ല, വേറെ കാര്യം. അപ്പോൾ എന്തായാലും നോക്കാം 5ാമത്തെ ട്രിപ്പ് ഇവിടെ നിന്നാണോ അടിക്കുക അതോ ഇനി ഇവിടെ നിന്നൊക്കെ എടുത്ത് പോകേണ്ടി വരുമോ എന്നുള്ളത്. എന്തായാലും 1-2 മണിക്കൂർ ഇവിടെ തന്നെ അടക്കും. കാരണം ഇനി എന്തായാലും ട്രിപ്പ് കുറച്ച് കുറവുള്ള ടൈമാണ് ഈ സമയം, 1 മണി to 3 മണി വരെയൊക്കെ.
അത് കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനോട്ടും അതും ഇതൊക്കെ ആയിട്ട് വരും. അപ്പോൾ നോക്കാം ഗൈസ് എങ്ങോട്ട് എടുക്കാന്ന്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഏകദേശം സമയം 3 മണിയായി. ഞാൻ ഉറങ്ങിയതാണ്, ഉറങ്ങി തൂങ്ങി നിൽക്കുകയാണ്. ട്രിപ്പടിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ എനിക്ക് ഉറക്കത്തിൽ നിന്ന് വലിയ ഒന്നും രക്ഷപ്പെടാൻ കഴിയുന്ന പോകില്ല. ഹായ് ഗൈസ്, ഞാനിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അവിടുന്ന് 3:45 എനിക്ക് ട്രിപ്പ് അടിച്ചത് നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന്. നടന്നോളി നിങ്ങളെല്ലാവരും വന്നാലും എങ്ങനെയാ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ട്രിപ്പിൽ ക്യാൻസലേഷൻ കിട്ടിയ അതേ ഒരു വിഷയം തന്നെയാണ് ഇതിലും സംഭവിച്ചത്. 2 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഒരു ആർട്ട് സ്റ്റോപ്പ്, ഒന്ന് വൈറ്റിലെ ഹബ്ബിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, 2 വരെ. ഞാനത് ഇവിടെ എത്തി. ഒരു ഭാഗം സത്യത്തിൽ കുറച്ച് ഇത് കിടന്ന് കറങ്ങുക. ഞാൻ സ്ക്രീൻ റെക്കോർഡും ചെയ്തിട്ടുണ്ട് കുറച്ച്. ലൊക്കേഷൻ വരുന്നില്ല, വെറുതെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആപ്പ്. അവസ്ഥ ഒരിക്കലും ലൊക്കേഷൻ കാണിക്കത്തില്ല. നമ്മൾ കൺഫേം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കടന്നിങ്ങനെ കറങ്ങും. ഒരു രക്ഷയില്ലായിരുന്നു. ഒരുപാട് നേരം നോക്കി. ലാസ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞു, ഓരോ ഫോണിൽ കാണിച്ച ഫെയർ തരാമെന്നും പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അത് മതിയെന്നും പറഞ്ഞു ഞാൻ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നു, ഇവിടെ ഡ്രോപ്പൊക്കെ ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. ഇതായപ്പോൾ നമ്മളൊരു പുള്ളിക്കാരനോട് ചോദിച്ചു, നമ്മളിത് അങ്ങനെ സംഭവം ഉണ്ട്, എന്താ ചെയ്യുക, എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരനും അതിൽ ധാരണ ഒന്നുമില്ല, എന്തെങ്കിലും ബഗ്ഗായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്കാരനോടെന്ന് പറഞ്ഞു ഫോണൊന്ന് ഓഫാക്കി ഓണാക്കി നോക്കുക, അല്ലെങ്കിൽ മറ്റേ ആപ്പൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആപ്പ് അൺഇൻസ്റ്റാളൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ നേരെ ഫോണ് ഒന്ന് എന്താ പറയുക റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് അപ്പോൾ ഒന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഏകദേശം സംഭവം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാഷ് കളക്ട് കാണിച്ച് ഇത്ര ക്യാഷാണെന്നുള്ളത്. അല്ലാണ്ട് വേറൊരു കാര്യം അതിൽ കാണിച്ചിട്ടില്ല. ഞാൻ പുള്ളിക്കാരി തന്ന ക്യാഷ് വാങ്ങി ഞാൻ അങ്ങ് വന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചാൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്, ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കുന്നവരെ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പം എന്നാൽ നോക്കുക എന്താണ് അടുത്ത ട്രിപ്പ്. 5 ട്രിപ്പായി, 6ാമത്തെ ട്രിപ്പ് ഇവിടുന്ന് അടിക്കാൻ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതിപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓരോ നോക്കിയപ്പോഴാണ് ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് കണ്ടത്. അത് കൺഫേമാണ്. ഇന്ന് ആ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു കപ്പിൾസ് കയറി നമ്മുടെ ലക്ഷദ്വീപുകാരാണ് അവർ. ഇപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞേക്കാം, പക്കാ ലക്ഷദ്വീപുകാരാണ് അവർ. എന്താ പറയുക, കൂതറ സാധനങ്ങൾ. എന്നോട് വേറെ റൂട്ട് എടുക്കാൻ പറഞ്ഞു, എടുക്കാത്തതിൻ്റെ ഇതിനാണ് ഇപ്പോൾ ഞാൻ ഫാസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും 1 സ്റ്റാർ നൽകിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറുണ്ട്. ഇന്നത് ഇപ്പോൾ ഞാനായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ അത് കണ്ട്. ഇന്നലെ വരെ അത് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല പൂരിമോളും ഇരുന്ന് വണ്ടി കിടന്നിട്ട് ഭയങ്കര കാട്ടിക്കൂട്ടലായിരുന്നു. എന്താ പറയുക, ഒരു മര്യാദ ഇല്ലാത്തൊരു ജന്മങ്ങളാണ് കുട്ടികൾ രണ്ടും, വലിയൊരു സംശയമില്ല. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇപ്പം നേരെ ഫീഡ്ബാക്ക് അവർക്കെതി ഞാനൊരു ഫീഡ്ബാക്ക് കണ്ട് കൊടുത്തു. അവരൊക്കെ ഇനി ഓരോ ട്രിപ്പ് വേണ്ടെന്നുള്ള രീതിയിൽ അത് ബ്ലോക്കും ചെയ്ത് കളഞ്ഞു ഞാൻ. അവരത്രേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും അതിൻ്റെ വലിപ്പിക്കലായിരുന്നാവോ ഇനി അതിന് ശേഷം ട്രിപ്പൊന്നും വരാതെ മര്യാദയ്ക്ക് അടിക്കാതിരുന്നതും അറിയത്തില്ല. എന്തായാലും അടിച്ച ട്രിപ്പ് ആണെങ്കിൽ 2 നമുക്ക് ഓവർ പണിയും തന്ന് മൂഞ്ചി. ഒരു ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഒരുപാട് ആയിപ്പോൾ ഇവിടെ. ഞാൻ ഇവിടെ അങ്ങനെ എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. ഏകദേശം 1/2 മണിക്കൂറായി. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ MG റൂട്ട് കൊണ്ടിൽ എവിടെയെങ്കിലും ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. അതാണ് ഇവിടെ നിന്നോ അല്ലെങ്കിൽ നോർത്തുനിന്നോ അടിച്ചു കൊടുന്നാലും കുഴപ്പമില്ല. ഇതൊരു ശോകം പിടിച്ച ഏരിയ. ഇരുന്ന് ഞാൻ ചിലപ്പോൾ 6 മണി 7 മണിയൊക്കെ ചിലപ്പോൾ ഇരിക്കും നിന്നാലും ട്രിപ്പ് അടിച്ചു തരില്ല. നമ്മൾ 8 മണിയാകുമ്പോൾ നമുക്ക് ടാർഗറ്റ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഇടുന്നില്ല. ഇനിയും 1/2 മണിക്കൂറോളം ഉണ്ട് ഞാൻ പറഞ്ഞ ട്രെയിൻ വരാൻ. 5 മണിക്കാണ് ട്രെയിന്. അപ്പം എന്നാൽ ഗോയ്സ് ശരി, ഓക്കെ, നമുക്ക് ഇവിടുന്ന് മാറ്റിയിടാനുള്ള പ്ലാനിങ്ങിലാണ്. ഹായ് ഗായ്സ്, അപ്പോൾ അത് വീണ്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ 6ാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇപ്രാവശ്യം വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമുക്ക് കേട്ടോ. അത് വന്ന് കറക്റ്റ് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു, പിൻ നമ്പർ അടിച്ചു, കറക്റ്റ് ലൊക്കേഷൻ കിട്ടി. നമ്മൾ 2 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആ ഡ്രോപ്പൊക്കെ ചെയ്തു. 2ാമത്തെ ഡ്രോപ്പും അവിടെ എത്തി കംപ്ലീറ്റ് ചെയ്തു, കാണിച്ചു. ക്ലിയർ, പക്ക ആപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറി. അപ്പം എന്തായാലും
7ാമത്തെ ട്രിപ്പ് ഇവിടുന്ന് അടിക്കാൻ നോക്കാം. അതിന് മുന്നേ എനിക്കൊരു കുപ്പി വെള്ളം വാങ്ങി വാഴയ്ക്ക് കഴുകണം. ആകെ വാഴ നാറിയിട്ട് കഴിയാം. നമുക്ക് ഗൈസ് നോക്കാം. ഗൈസ് സൗത്തിൽ നിന്ന് ഇറങ്ങിയത് സിഗ്നലിൽ എത്തുമ്പോൾ എനിക്കൊരു അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ അടിച്ചു. അപ്പോൾ ഞാൻ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് സിഗ്നലിൽ വീണ് ഗൈസ്. അപ്പോൾ പിന്നെ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മളിവിടെ എത്തിയോടെ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചായിരുന്നു നമ്മളെ എയർപോർട്ടിലേക്ക്. എനിക്ക് തോന്നുന്നത് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ തന്നെ എഴുന്നടിക്കുന്ന കുറേ ഫേക്ക് അടിക്കുന്ന കുറേ ഹരപ്പന്മാരുണ്ട്. അവരാണ് അടിച്ച പാടെ തന്നെ ക്യാൻസലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. 600 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. ഫെയർ എത്രയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്താ പറഞ്ഞേ? ഓക്കെ, അപ്പം എന്നാ ഞാനിപ്പോൾ തിരിച്ച് നമ്മളെ പാലരിവട്ടം ഭാഗത്തേക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടാണ്. ഇപ്പം നോക്കാം ഗൈസ്, പോകുന്ന വഴിക്ക് തിരിച്ച് റിട്ടേൺ കിട്ടോ ഇല്ലേ നോക്കാം. വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞ് പോവായതുകൊണ്ട് ഹായ് ഗായ്സ്, അപ്പോൾ ഇത് PVS അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. ബോയ്സ് അപ്പാർട്ട്മെൻ്റ് ആവാന്ന് തോന്നുന്നുണ്ട് ഇത് എനിക്ക് കണ്ടിട്ട്. റൂം ഫോർ മന്ത്ലി റെൻറ്റ്. അപ്പോൾ നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിട്ടേൺ വരുന്നതൊക്കെ നമുക്ക് 2 ട്രിപ്പാണ് അടിച്ചത്. ഒരെണ്ണം ഒരു 10 കിലോമീറ്റർ പിക്കപ്പ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് 10 കിലോമീറ്റർ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 10 കിലോമീറ്റർ ഉണ്ട്, ഞാൻ എത്താൻ 10-20 മിനിറ്റ് പിടിക്കും, ബുദ്ധിമുട്ടില്ല എങ്കിൽ അല്ലേ കുഴപ്പമില്ല, അങ്ങോട്ട് പറയുന്നത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഇങ്ങനെ ഭയങ്കര വർത്തനം പുള്ളിക്കാരെ. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. നേരെ റിട്ടേൺ പോന്നു. റിട്ടേൺ വരുന്ന വഴിക്ക് പിന്നെ എനിക്ക് അടിച്ചത് 7.7 കിലോമീറ്റർ പിക്കപ്പാണ്. അതും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ഒരു ക്യാൻസലേഷൻ റേറ്റും ഉണ്ട്, ഒരു അക്സെപ്റ്റിംഗ് റേറ്റും എനിക്ക് 100 പോയിന്റ് കുറവുണ്ടായിരിക്കും. അങ്ങനെ തിരിച്ച് ഏകദേശം എടപ്പള്ളി എത്താൻ നേരത്തെ എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ച്. അപ്പോൾ ഞാൻ പിക്ക് ചെയ്താൻ വേണ്ടി കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്. കസ്റ്റമർ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ചെയ്യുന്നവരോട് പറഞ്ഞു. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ വണ്ടി എന്തായാലും നമ്മളിവിടെ തിരിച്ചിട്ട് നിൽക്കാം ഗായ്സ്. അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ അതാ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ആ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 1550 രൂപ ഓടിയിട്ടുണ്ട്. 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 10 ട്രിപ്പാണ് അടിച്ചത്. ഒരെണ്ണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഊബറിൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒരു ട്രിപ്പ് ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തതാണ്. അത് 10 കിലോമീറ്റർ പിക്കപ്പ് ലൊക്കേഷൻ, 20 മിനിറ്റ് റണ്ണിങ്. അപ്പോൾ ഞാൻ തന്നെ അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ആ 2 ട്രിപ്പ് 10 ട്രിപ്പിൽ 2 ട്രിപ്പാണ് ക്യാൻസൽ ചെയ്തത്. ബാക്കി 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1550 രൂപ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് എനിക്ക് കംപ്ലീറ്റ് ആവുമോ എന്ന് വലിയ പ്രതീക്ഷയില്ല. കാരണം ഇനി ഒരു 1/4 മണിക്കൂറേ ഉള്ളൂ. ആ 1/4 മണിക്കൂർ കൊണ്ട് എനിക്കൊരു 450 രൂപയുടെ ഒരു ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഒരു ട്രിപ്പ് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിച്ചൊരു 1-2 ട്രിപ്പ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവാൻ തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും 8 മണി വരെ വെയിറ്റ് ചെയ്യാം.